Chess number one on stage, Mr. Rahul Gandhi. എന്താണ് ഈ ചങ്ങയെ കുറിച്ച് നമ്മൾ പറയുക? ഒരു മണ്ടനെ പിന്നെയും നമ്മളിങ്ങനെ പറയണില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 150 കിലോഗ്രാം ഭാരമുള്ള ഒരു ബൈക്കിൽ 2 പേർ പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ട്രിപ്പിളൊക്കെ വെക്കാറുണ്ടല്ലോ, ഓട്ടെ 2 പേര് പോകുന്നുണ്ടെങ്കിൽ 3500 കിലോ ഉള്ള ഒരു കാറിൽ എത്ര പേര് പോകാം? 300 ആണെങ്കിൽ 4 പേര്. അപ്പൊ 3000 ആവുമ്പോഴോ 40 പേരെങ്കിലും പോണ്ടേ? ഒരു ചെറിയ മര്യാദ അതല്ലേ എന്നാണ് ചക്രപാണി തന്നെ വാക്യ എന്നാണ് ഈ മരങ്കോടം പറയുന്നത്. ഇവിടെയുള്ള കുറെ കിഴങ്ങന്മാർക്ക് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു, ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഇനി ഇദ്ദേഹം ഇത് കഴിഞ്ഞ് കളഞ്ഞിട്ട് പോയാലും ഈ നാട്ടിൽ കുറെ എണ്ണത്തിന് ഇവനെ പ്രധാനമന്ത്രിയാക്കണം. ഇവനെ പ്രധാനമന്ത്രി ആക്കണമെന്ന് ചിന്തിക്കുന്നവനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അവൻ ഈ നാട് മുടിക്കാനായിട്ട് ചിന്തിക്കുന്നവനാണ്. അവനിപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത് പിടിക്കാത്തവന്മാരാണ്. ഇവനെ പിടിച്ചിവിടെ അധികാരത്തിലെത്തിയിട്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇൻക്ലൂഡിങ് പലസ്തീനിൽ നിന്നും പോലും വരുന്ന അഭയാർത്ഥികളെ ഇവിടെ വലിച്ചു കയറ്റി ഈ നാട് മുഴുവൻ അക്രമമുണ്ടാക്കി നശിപ്പിച്ച് ഇപ്പോൾ ലണ്ടനും യൂറോപ്പൊക്കെ അനുഭവിക്കുന്നില്ലേ, അതേപോലെ നശിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഹിന്ദുക്കളുടെ അല്ലേ തകരുന്നത്? അല്ല, ഇവിടത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ, എന്റെ സുഹൃത്തുക്കളെ പോലുള്ള മുസ്ലിങ്ങൾ, പാവങ്ങൾ, ഡെയിലി ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചൊന്നും വീടും കുടുംബവും നോക്കുന്നവന്മാർ, അമ്മാരുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്, അവന്മാരെയും അവരുടെ കുട്ടികളെയും ഞാൻ എടുത്തുകൊണ്ട് നടന്ന അവരുടെ കുട്ടികളെയും ഇവരെയെല്ലാം വലിച്ചു കയറ്റുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഈ മണ്ടനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറയുന്നത്. ഇവൻ പണ്ടൊരു കോമഡി ഞാൻ കേട്ടത്, 200 യാത്രക്കാർ പോകുന്ന ബോയിങ് വിമാനത്തിന് 600 കോടിയാണെങ്കിൽ 2 പേർക്ക് കയറാൻ പറ്റുന്ന റഫേലിന് അങ്ങനെ 1200 കോടിയായിരുന്നു. അത് ഇവൻ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന് വീഡിയോ ഉണ്ട്.